This call is now being recorded. So today we will be starting with the module 4. Basically, the module 4 of international business subject covers multilateral agreements and institutions. The first topic is initial topic of discussion is economic integration. What are the various forms of economic integration? And finally, the syllabus covers the multilateral agreements and various institutions which is working in international business for പ്രൊമോട്ടിംഗ് ട്രേഡ് റിലേഷൻഷിപ്പ് എമംഗ് ദി നേഷൻസ്. അപ്പോൾ ഇതാണ് ആക്ച്വലി നിങ്ങളുടെ സിലബസിനകത്ത് വരുന്നത്. ബട്ട് ഇൻ ഓർഡർ ടു ഹാവ് എ ബാക്ക്ഗ്രൗണ്ട് ഐഡിയ അബൌട്ട് ദി മൾട്ടിലാറ്ററൽ എഗ്രിമെന്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വി വിൽ ബി കവറിംഗ് വിത്ത് ദീസ് ടോപ്പിക്സ് ടുഡേ. വാട്ട് ഈസ് ഇന്റർനാഷണൽ ട്രേഡിംഗ് എൻവയോൺമെന്റ്? What do you mean by trade strategies? What is free trade? Very important. And finally, what is protection? Starting with international trading environment, you may take down the notes. Recorded sessions will be shared to you. I have not included all the areas or all the notes to the slides. എല്ലാം സ്ലൈഡ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ സ്ലൈഡിന് ഭയങ്കര ജങ്ക് ആക്കിയിട്ടില്ല. ഐ വിൽ ബി ഡിസ്കസിങ് ദി കോൺസെപ്റ്റ്സ്, എക്സ്പ്ലനേഷൻസ് എല്ലാം ഞാൻ പറയും. പോയിന്റ്സ് യു വിൽ ബി ഗെറ്റിംഗ് ഫ്രം ദി സ്ലൈഡ്. സോ ദി ഇന്റർനാഷണൽ ട്രേഡിംഗ് എൻവയോൺമെന്റ്. As you all know, the growth and pattern of international trade in the growth as well as its pattern, it's largely depending upon the international business environment. Trading environment എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് നോട്ട് ഓൺലി കവേഴ്സ് ദി എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് മാത്രമല്ല, ദർ ആർ വേരിയസ് investment avenues available in the international business environment as well as there are various financial flows. അപ്പോൾ ട്രേഡിംഗ് എൻവയോൺമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്തിന്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും മാത്രമല്ല, there are various other factors and all these factors plays or encompasses the international trading environment. And the first important factor is the trade strategy. അതായത് ഈ ട്രേഡ് സ്ട്രാറ്റജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദി ഗവൺമെന്റ് അപ്രോച്ച് ടുവേർഡ്സ് ദി ഇമ്പോർട്ട് ഇൻഡസ്ട്രീസ്, അതായത് ഇമ്പോർട്ട് അഫക്റ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഓർ വാട്ട് ഈസ് ദ എക്കണോമിക് ഡെവലപ്മെന്റ് സ്ട്രാറ്റജി അഡോപ്റ്റഡ് ബൈ ദ ഗവൺമെന്റ്. എങ്ങനെയാണ് ഗവൺമെന്റ് അപ്രോച്ചിങ് ദി ഇന്റർനാഷണൽ ട്രേഡ്, അതിനെയാണ് നമ്മൾ ഈ ട്രേഡ് സ്ട്രാറ്റജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So the international trading environment, there are various factors and one among the factor is the trade strategy. Next is the trade barrier. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ഇന്റർനാഷണൽ ബിസിനസ് അല്ലെങ്കിൽ ട്രേഡിംഗ് എൻവയോൺമെന്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പോളിസീസ് എടുക്കുന്നത്, അതിനെയാണ് നമ്മൾ ട്രേഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞത്. Then next is the trade barriers. As you know, ബാരിയേഴ്സ് ആർ ദി റെസ്ട്രിക്ഷൻസ്. നമ്മളത് ജസ്റ്റ് ഓഫ്ലൈൻ ക്ലാസ്സിൽ ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു വാട്ട് ആർ ബാരിയേഴ്സ് എന്നുള്ളത്. അപ്പൊ ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സങ്ങളാണ്. അതായത് എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഓർ വാട്ട് ഓൾ ഫാക്ടേഴ്സ് ഇസ് പ്രിവെന്റിങ് ട്രേഡ്, അതിനെയാണ് നമ്മൾ ട്രേഡ് ബാരിയേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ട്രേഡ് എഗ്രിമെന്റ്സ്. സോ ആദ്യം ഗവൺമെന്റ് എടുക്കുന്ന പോളിസി മെഷേഴ്സിനെയാണ് നമ്മൾ ട്രേഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞത്. ട്രേഡ് ബാരിയേഴ്സ് എന്ന് വെച്ചാൽ വാട്ട് ഓൾ ഇഷ്യൂസ് ഓർ വാട്ട് ഓൾ റെസ്ട്രിക്ഷൻസ് എ നേഷൻ ഇസ് ഫേസിങ് ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡ് ആക്ടിവിറ്റീസിൽ എൻട്രി ചെയ്യുമ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഫേസ് ചെയ്യുന്നത്, അതിനെ നമ്മൾ ബാരിയേഴ്സ് എന്ന് പറയുന്ന ഹെഡിങ്ങിലോട്ട് കൊണ്ടുവന്നു. ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദിസ് ബാരിയർ, അതായത് ഈ ബാരിയേഴ്സിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ദ നേഷൻ മേ എൻറ്റർ ഇൻ ടു വേരിയസ് കോൺട്രാക്ട്സ് ഓർ എഗ്രിമെന്റ്സ്. അവർ തമ്മിൽ എഗ്രിമെന്റ്സ് ഉണ്ടാവും. ഓൾ ദോസ് തിങ്സ് കംസ് അണ്ടർ ദ ട്രേഡ് എഗ്രിമെന്റ്സ്. But trade agreements is what? It is the contract or it is a like-minded ആയിട്ടുള്ള നേഷൻ, ഒരേപോലെ ചിന്തിക്കുകയും അല്ലെങ്കിൽ ഒരേപോലെ കോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് പോകുന്ന കുറേ നേഷൻസ് എൻട്രി ചെയ്യുന്ന കോൺട്രാക്ട്സിനെയാണ് നമ്മൾ ട്രേഡ് എഗ്രിമെന്റ്സ് എന്നോട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ട്രേഡിംഗ് ബ്ലോക്സ്. There are various active trading blocks. Trading blocks are nothing but agreements പോലെ തന്നെയാണ്, but there are some difference in the mode of operation.
ട്രേഡ് ബ്ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ building block of economic development by the member countries. Say for example, there are various agreements, just like നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം GATT, that is General Agreement on Trade and Tariff. Likewise, there is an organization which promotes international trade. ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഓർഗനൈസേഷൻ? Anyone can reply in the chat box or I can unmute and tell me. നമ്മൾ എല്ലായ്പ്പോഴും ഇന്റർനാഷണൽ ട്രേഡ് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രേഡ്, ഇന്റർനാഷണൽ ട്രേഡ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഘടന അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, വിച്ച് ഇസ് ദാറ്റ്? ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? യെസ്, ഗാട്ട് എന്താണ് പറഞ്ഞു കറക്റ്റ് ആണ്, എനിക്ക് ക്ലിയർ ആയില്ല അത്. യെസ്, WTO. ഗാട്ട് അതുപോലെ തന്നെ WTO, ദേ ആർ പ്ലേയിങ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ. അപ്പം ഈ ട്രേഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് എ സ്കീം ഓഫ് എക്കണോമിക് ഇൻ്റഗ്രേഷൻ. നമ്മൾ എക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്താണെന്ന് കാണും. ആ എക്കണോമിക് ഇൻ്റഗ്രേഷനിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 or 4 countries, 3 or 4 രാജ്യങ്ങൾ ചേർന്നിട്ട് ദേ ക്രിയേറ്റ് എ ട്രേഡിംഗ് ബ്ലോക്ക്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട്, അപ്പം ട്രേഡ് എഗ്രിമെന്റിൽ നിന്ന് എന്താണ് വ്യത്യാസം എന്ന് തോന്നും. അപ്പം in order to discuss it in detail, you should need to know about trade agreement, economic integration, and then we will move on to trading blocks. അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കുക ട്രേഡിംഗ് ബ്ലോക്സ് എന്നോട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ലൈക്ക് നമ്മളിപ്പോൾ ഒരു കോളേജിനകത്ത് വി വിൽ മീൻ നെയിമിങ് ഡിഫറെൻറ്റ് ബ്ലോക്സ്, അതായത് ഓരോ ബിൽഡിങ്ങിന് അല്ലെങ്കിൽ ഓരോ പെർട്ടിക്കുലർ ഏരിയയിലുള്ളതിന് ഒരു ബ്ലോക്ക് എന്ന് നമ്മളൊരു പേരിടും അല്ലേ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സോഷ്യൽ സയൻസ് സബ്ജക്ട്സ് എല്ലാം കൂടി ഒരു ബിൽഡിങ്ങിലാണെങ്കിൽ വി വിൽ പുട്ട് എ നെയിം കോൾഡ് സ്കൂൾ ഓഫ് ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ലീഗൽ സ്റ്റഡീസ്, ലൈക്ക് ദാറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഓർഡർ ടു ഐഡന്റിഫൈ ദം, അതാണ് നമ്മൾ ഒരു കോളേജിനെ സംബന്ധിച്ച് നമ്മൾ ബ്ലോക്ക് ആക്കി ഡിവൈഡ് ചെയ്യുന്നതിന്റെ പർപ്പസ്. ഇവിടെ ഇന്റർനാഷണൽ ട്രേഡ് നമുക്ക് മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപോലുള്ള രാജ്യങ്ങൾ ചേർന്ന് ദി ക്രിയേറ്റ് എ ട്രേഡിംഗ് ബ്ലോക്ക്. അപ്പോൾ എക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഈ ട്രേഡ് ബ്ലോക്സ് എന്താണെന്ന് മനസ്സിലാവും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് കാർട്ടൽ. എന്താണ് കാർട്ടൽ? കാർട്ടൽസ് ആർ നത്തിങ് ബട്ട് ഇറ്റ്സ് എഗ്രിമെന്റ് ബിറ്റ്വീൻ വേരിയസ് പ്രൊഡ്യൂസേഴ്സ് located in different countries, or it can be between governments of different countries to restrict competition. കാർട്ടൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അല്ലെങ്കിൽ വെൻ യു ആർ റൈറ്റിംഗ് ദി എക്സാമിനേഷൻ, ഫ്രം ആൻ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞാൽ കാർട്ടൽസ് ആർ ക്രിയേറ്റഡ് ടു റെസ്ട്രിക്ട് കോമ്പറ്റീഷൻ. അതായത് പ്രൊഡ്യൂസേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കാർട്ടൽസ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ദി എക്സാമ്പിൾ ഓഫ് എ കാർട്ടൽ ഇസ് OPEC. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? OPEC. What is OPEC? Organization of Petroleum Exporting Countries. അപ്പൊ ഇതുപോലത്തെ കാർട്ടൽസ്, അപ്പൊ അവിടെ എന്താണ് ആ OPEC എന്ന് പറയുന്ന കാർട്ടലുകാർ ചെയ്യുന്നത്? ഓൾ ദോസ് നേഷൻസ് ഹു ആർ എക്സ്പോർട്ടിംഗ് പെട്രോളിയം പ്രോഡക്ട്സ്. അപ്പൊ പെട്രോളിയം പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്ന നേഷന്റെ ഒരു പെർട്ടിക്കുലർ, അതായത് കോമൺ ഇൻട്രസ്റ്റ് ഉള്ള പ്രൊഡ്യൂസേഴ്സ് എല്ലാം കൂടെ ചേർന്ന് എൻട്രി ചെയ്യുന്ന എഗ്രിമെന്റിനെയാണ് വി കോൾ ഇറ്റ് ബൈ ദ നെയിം കാർട്ടൽസ്. അപ്പൊ കാർട്ടൽസ് ആർ സിംപ്ലി എസ്റ്റാബ്ലിഷ്ഡ് ടു റെസ്ട്രിക്ട് കോമ്പറ്റീഷൻ, ആൻഡ് ഇറ്റ് ഈസ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ ഡിഫറെന്റ് പ്രൊഡ്യൂസേഴ്സ്. പല പ്രൊഡ്യൂസേഴ്സ്, പല രാജ്യത്തായിട്ട് ഉള്ള പല പ്രൊഡ്യൂസേഴ്സ് എൻട്രി ചെയ്യുന്ന എഗ്രിമെന്റ്സിനെയാണ് നമ്മൾ കാർട്ടൽസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫൈനലി വി റീച്ച് അറ്റ് അവർ സിലബസ് ഓർ our area of interest, that is the multinational trade negotiations. അപ്പോൾ ഇങ്ങനെയാണ് ഇന്റർനാഷണൽ ട്രേഡിംഗ് എൻവയോൺമെന്റിനകത്ത് വരുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ ഈ ഇന്റർനാഷണൽ ട്രേഡിംഗ് എൻവയോൺമെന്റിൽ വരുന്ന ഒരു ഫാക്ടറിനെയാണ് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് മൊഡ്യൂൾ 4-നകത്ത് മൾട്ടി ലാറ്ററൽ ട്രേഡ് നെഗോഷിയേഷൻസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ആയിട്ട് നിങ്ങൾ പഠിക്കും. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ആസ് ഫാർ ആസ് I have discussed. ഇതുവരെ ഈ പറഞ്ഞ ഏരിയയിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ you can ask. You can either put it in the chat box, or you can unmute and ask me. ഇത് ഈ ഒരു ട്രേഡിംഗ് ബ്ലോക്ക് ആയാലും കാർട്ടൽ ആയാലും I will discuss in detail. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാം.
So today we will be picking up the topic ഈ ട്രേഡിംഗ് എൻവയോൺമെന്റിൽ നിന്ന് നമ്മൾ ഇന്ന് എടുക്കുന്ന ഒരു മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് is the first one, that is the trade strategy. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് is all about the trade strategy. And if time permits, I will be moving on to the next area, that is the trade barrier. Let's see. So what is trade strategies? അപ്പോൾ ഇന്റർനാഷണൽ ട്രേഡിംഗ് എൻവയോൺമെന്റ് എൻകമ്പോസസ് ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. അതിലെ ഫസ്റ്റ് ഫാക്ടറാണ് ട്രേഡ് സ്ട്രാറ്റജി. സോ ദി ഗവൺമെന്റ് അപ്രോച്ചസ് ടു ദി ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻഡസ്ട്രീസ്, or we can say that there are basically the trade strategies are developed on the basis of volume of import and export. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ഇമ്പോർട്ടും എക്സ്പോർട്ടിന്റെ വോളിയം, their pattern of investment. If we are taking the case of India, ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ എങ്ങനെയാണ്, ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് ഡെവലപ്മെന്റ് എങ്ങനെയാണ്, ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ്, നമ്മുടെ രാജ്യത്തെ കോമ്പറ്റേറ്റീവ് കണ്ടീഷൻസ്, കോമ്പറ്റീഷൻ എങ്ങനെയാണ്, കോസ്റ്റ് എങ്ങനെയാണ്, ഓൺട്രപ്രണറിയൽ ആൻഡ് ബിസിനസ് ആറ്റിറ്റ്യൂഡ്സ്, ആൾക്കാരുടെ കൺസംഷൻ പാറ്റേൺസ്, ഇങ്ങനെ ഒരുപാട് വേരിയസ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് ഗവൺമെന്റ്, ഹൗ അവർ ഗവൺമെന്റ് ഈസ് അപ്രോച്ചിങ് ദി ഇമ്പോർട്ട് ഇൻഡസ്ട്രീസ്, അതാണ് ട്രേഡ് സ്ട്രാറ്റജീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി ദർ ആർ ടു types of trade strategies. The first one is outward oriented trade strategy, and the second one is inward oriented trade strategy. First, we will focus our discussion on outward oriented trade strategy. Outward oriented, or otherwise it is known as outward looking. Outward looking. അപ്പോൾ ഈ ഔട്ട്വേർഡ് ലുക്കിംഗ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും വി മേ ഹാവ് എ ഫീൽ ദാറ്റ് ഇറ്റ് ഹാസ് എ ഓറിയന്റേഷൻ, ഓർ ഇറ്റ് ഹാസ് എ എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആണെന്ന് പലരും ഇതിനെ മിസ്റ്റേക്കൻ ചെയ്യും. അതായത് ഇവിടെ ഈ ഔട്ട്വേർഡ് ഓറിയന്റഡ്, ഔട്ട്വേർഡ് ലുക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഇന്ത്യ, ടേക്ക് ദ കേസ് ഓഫ് ഇന്ത്യ. അപ്പം വി ആർ ദി ഹോം കൺട്രി, ആൻഡ് നമ്മൾ ആരുമായിട്ടാണോ ട്രേഡ് റിലേഷനിലോട്ട് എൻ്റർ ചെയ്യുന്നത് ആ രാജ്യം എന്തായി മാറും, ഹോസ്റ്റ് കൺട്രി ആയിട്ട് മാറും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഹോസ്റ്റ് കൺട്രിക്ക്, അതായത് നമ്മുടെ രാജ്യമല്ലാതെ പുറമേ എക്സ്റ്റേണൽ ആയ ആ രാജ്യത്തിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഔട്ട്വേർഡ് ലുക്കിംഗ് എന്നൊരു തെറ്റായ ധാരണയുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ദിസ് സ്ട്രാറ്റജി ഈസ് കോൾഡ് എ ന്യൂട്രൽ സ്ട്രാറ്റജി, ഓർ ഇറ്റ് ഇസ് കോൾഡ് ആൻ ഓപ്പൺ സ്ട്രാറ്റജി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റ് കൺട്രിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുമില്ല, നമ്മുടെ രാജ്യമായ ഇന്ത്യക്ക്, ഹോം കൺട്രിക്കും എന്ത് ചെയ്യുന്നില്ല, ദേ ആർ നോട്ട് ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ്. ദാറ്റ് ഇസ്, ഇറ്റ് ഇസ് എ ന്യൂട്രൽ വൺ. ന്യൂട്രൽ ഇൻ ദ സെൻസ് ദാറ്റ് ഹോം കൺട്രിയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആരെയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും, ഹോസ്റ്റ് കൺട്രിയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും. So do not mistake that, or it is a neutral strategy. It has no discrimination between the production for domestic market as well as exports. അതായത് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിന് വേണ്ടി ഉള്ള ഒരു കൂടുതൽ എംഫസൈസും വരുന്നില്ല, എക്സ്പോർട്ടിന് അമിതമായ ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. സോ ദാറ്റ് ഇസ് വൈ ദിസ് പോളിസി ഈസ് കോൾഡ് ആൻ ഓപ്പൺ പോളിസി. അപ്പോൾ ഇൻവേർഡ് ഓറിയന്റഡ് അല്ലെങ്കിൽ ഇൻവേർഡ് ലുക്കിംഗ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് വാട്ട് വി ഹാവ് ഡിസ്കസ് നൗ. ഔട്ട്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ന്യൂട്രൽ സ്ട്രാറ്റജി. അതൊരിക്കലും എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്ന സ്ട്രാറ്റജി ഒന്നുമല്ല. ഇറ്റ് മേ സംടൈംസ് പേ വേ ഫോർ എക്സ്പോർട്ട് ലെഡ് ഗ്രോത്ത്, അതായത് എക്സ്പോർട്ടിലൂടെ ഗ്രോത്ത് കൂടുതൽ എംഫസൈസ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു either to the home country or to the host country. അപ്പൊ ന്യൂട്രാലിറ്റി ഈസ് ദ എസൻസ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് എ ഓപ്പൺ പോളിസി. ഇനി ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, ഓർ ദ റിവേഴ്സ് ഓഫ് ദിസ് is the inward oriented strategy.
What is this inward oriented strategy? അത് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് യു ക്യാൻ understand that it is more oriented to the domestic production. അല്ലെങ്കിൽ ഹോം കൺട്രിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇൻവേർഡ് ഓറിയന്റഡ് അല്ലെങ്കിൽ ഇൻവേർഡ് ലുക്കിംഗ് സ്ട്രാറ്റജി. ദാറ്റ് ഇസ് ദർ വിൽ ബി എ ബയാസ് ഓഫ് ട്രേഡ്, അങ്ങനെ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. ദർ വിൽ ബി എ ബയാസ് ഓഫ് ട്രേഡ് ഇൻ, അതായത് ബയാസ് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ബയാസ് ഉണ്ടെന്ന് പറയാൻ കാര്യം ഓൾ ദി ഇൻഡസ്ട്രിയൽ പോളിസീസ് ആർ ടുവേർഡ്സ് ഇൻ ഓർ ഇൻ ഫേവർ ഓഫ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഹോം കൺട്രിയുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊണ്ടുവരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, വി വിൽ ട്രൈ ടു പ്രൊഡ്യൂസ് ഓൾ ദോസ് പ്രോഡക്ട്സ് വിച്ച് വി ആർ ഇമ്പോർട്ടിങ്. അല്ലെങ്കിൽ നമുക്ക് ആ ടെർമിനോളജീനെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ സച്ച് എ ടേം ഇസ് കോൾഡ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്ന് വെച്ചാൽ റാദർ ദാൻ ഇമ്പോർട്ടിങ് എ ഗുഡ് ഫ്രം അനദർ നേഷൻ, why we can't try to produce it locally? So import substitution. അപ്പോൾ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ പറയുന്നത്? ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് വി ആർ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു ദി പ്രൊഡക്ഷൻ ഓഫ് പ്രോഡക്റ്റ് ഇൻ അവർ നേഷൻ ഇറ്റ് സെൽഫ് റാദർ ദാൻ ഇമ്പോർട്ടിങ് ഇറ്റ് ഫ്രം അനദർ നേഷൻ. ഇപ്പൊ വേറൊരു രാജ്യത്തു നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിന് പകരം വി ആർ ട്രൈയിങ് ടു പ്രൊഡ്യൂസ് ഇറ്റ് ലോക്കലി. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഡൊമസ്റ്റിക് ഇതിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾസ്, വി ആർ ഹാർഡ്ലി ഡിപ്പെൻഡിങ്, വെജിറ്റബിൾസ് എല്ലാം കൂടുതലായിട്ട് ഇപ്പം ഡിപ്പെൻഡ് ചെയ്യുന്നത് വി ആർ ഡിപ്പെൻഡിങ് അവർ നൈബറിങ് സ്റ്റേറ്റ് തമിഴ്നാടിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അതിന് പകരം ഇഫ് യു ആർ ട്രൈയിങ് ടു മേക്ക് അവർ സ്റ്റേറ്റ്, നമ്മുടെ സ്റ്റേറ്റിനെ സെൽഫ് റിലയൻ്റ് ആക്കാൻ നോക്കിയാൽ വി ഹാവ് ടു പ്രൊഡ്യൂസ് വെജിറ്റബിൾസ് ലോക്കലി, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിനകത്ത് തന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. ഇതേ കാര്യം തന്നെ ഇന്റർനാഷണൽ ട്രേഡിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം നമ്മുടെ രാജ്യത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു സ്ട്രാറ്റജീനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻവേർഡ് ഓറിയന്റഡ് ട്രേഡ് സ്ട്രാറ്റജി. അപ്പോൾ ഇൻവേർഡ് ഓറിയന്റഡിന് എന്തുണ്ട്? ഒരു ബയാസ് ഉണ്ട്, ബിക്കോസ് വി ആർ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു ദി ഹോം കൺട്രി. പക്ഷെ അങ്ങനെ ഒന്നുമേ ഇല്ല എന്തിന്? നമ്മൾ ആദ്യം പറഞ്ഞ ഔട്ട്വേർഡ് ഓറിയന്റഡ് ട്രേഡ് സ്ട്രാറ്റജിക്ക്. അപ്പോൾ ഇൻവേർഡ് ഓറിയന്റഡ് ട്രേഡ് സ്ട്രാറ്റജിക്ക് ആസ് ഐ സെഡ് വി ആർ ഗിവിംഗ് പ്രൊട്ടക്ഷൻ ടു ദി ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി. അപ്പോൾ വി ആർ എൻഷുറിംഗ് പ്രൊട്ടക്ഷൻ. Protection to the domestic industries. Or we, what is this protection called? We are protecting our industries from global competition. Global level competition in നമ്മുടെ ഇൻഡസ്ട്രീസിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. So that is all about the trading strategies. അപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു പറഞ്ഞു. ഹൗ വി വിൽ ബി പ്രൊട്ടക്ടിങ് ദ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഫ്രം ഫോറിൻ കോമ്പറ്റീഷൻ? അതിനാണ് ഞാൻ പറഞ്ഞ ബാരിയേഴ്സ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ഡേ ക്ലാസ്സിൽ പറഞ്ഞ ബാരിയേഴ്സ്. വി മേ ഇമ്പോസ് താരിഫ്. ഗവൺമെന്റ് എന്ത് ചെയ്യും? ഇമ്പോർട്ടിന് താരിഫ് കൂട്ടിവെക്കും ഇൻ ഓർഡർ ടു ഇമ്പോർട്ട് സർട്ടൻ ഗുഡ്സ് വിച്ച് ആർ അവൈലബിൾ ലോക്കലി. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആവുന്ന ഗുഡ്സിനും, അല്ലെങ്കിൽ ഇഫ് യു ആർ കേപ്പബിൾ ടു പ്രൊഡ്യൂസ് ഇറ്റ് ലോക്കലി, അങ്ങനത്തെ ഗുഡ്സിനൊക്കെ ഇമ്പോർട്ടിന്റെ ടാക്സ് റേറ്റ്, താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് റേറ്റ് കൂട്ടും. അപ്പൊ എന്ത് സംഭവിക്കും? ഇഫ് ദി ടാക്സ് റേറ്റ് ഇസ് ഹയർ, അതായത് നമുക്കിപ്പോൾ വേറൊരു രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ട്രൈ ടു പ്രൊഡ്യൂസ് ഇറ്റ് ലോക്കലി, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആ ഒരു ഐഡിയയിലാണ് താരിഫ് ഇമ്പോസ് ചെയ്യുന്നത്. പിന്നെ ഈ താരിഫ് ഇമ്പോസിഷൻ അല്ലാതെ ദർ ആർ വേരിയസ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റെസ്ട്രിക്ഷൻസ്. ഗവൺമെന്റ് അതിന് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ലൈസൻസിങ് സിസ്റ്റം. ഓക്കെ, ഇൻ ഓർഡർ ടു import or in order to use a particular
ഇമ്പോർട്ടഡ് ഗുഡ്സ്, certain ways of licensing, കാരണം അത് ക്വാണ്ടിറ്റേറ്റീവ് മെഷറാണ്. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് there are administrative as well as government level restrictions. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു റെസ്ട്രിക്ഷൻ ആണ് ദി ലൈസൻസിങ് സിസ്റ്റം. അപ്പൊ ഇങ്ങനത്തെ ബാരിയേഴ്സിന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്തിനെ പ്രൊട്ടക്ട് ചെയ്യും? വി വിൽ പ്രൊട്ടക്ട് അവർ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. യു ക്യാൻ റിപ്ലൈ ഇൻ ദ ചാറ്റ് ബോക്സ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ യു ക്യാൻ പുട്ട് clear or S or something like that. Okay, thank you for the reply. Next, we are moving to very important area that is called the free trade. അപ്പം ഫ്രീ ട്രേഡ് എന്നോട് ഉദ്ദേശിക്കുന്ന ഫ്രീ ഫ്രം ഓൾ ആർട്ടിഫിഷ്യൽ റെസ്ട്രിക്ഷൻസ്. ഇപ്പം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ താരിഫ് ആയാലും ലൈസൻസിങ് സിസ്റ്റം ആയാലും ഇങ്ങനത്തെ ബാരിയേഴ്സിനെ എല്ലാം റിമൂവ് ചെയ്തുകൊണ്ട് ഉള്ള ട്രേഡിനെയാണ് വി കോൾ ഇറ്റ് ബൈ ദ നെയിം ഓർ കോൾ ഇറ്റ് ബൈ ദ ടേം കോൾ ഫ്രീ ട്രേഡ്. ദാറ്റ് ഇസ് വി ആർ ഫ്രീ ഫ്രം ഓൾ ആർട്ടിഫിഷ്യൽ ബാരിയേഴ്സ് ലൈക്ക് താരിഫ്, quantitative restrictions, exchange control, etc. Free trade, then what is the there are various arguments. കാരണം ഇന്റർനാഷണൽ ട്രേഡ് ഒക്കെ ആയതുകൊണ്ട് സിൻസ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ നേഷൻസ് ഒരുപാട് പേര് ഫ്രീ ട്രേഡിനെ ഫേവർ ചെയ്ത് പറയുന്ന എക്സ്പേർട്സും എക്കണോമിസ്റ്റും ഉണ്ട്. ദർ ആർ വേരിയസ് എക്കണോമിസ്റ്റ് ഹു ആർ എഗെയിൻസ്റ്റ് ദ സെയിം. അപ്പം ഫ്രീ ട്രേഡിനെ ഫേവർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വാട്ട് ആർ ദ മെറിറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ഡൗൺ ദാറ്റ് ഇസ് ദ വാട്ട് ആർ ദി ആർഗ്യുമെന്റ്സ് വിച്ച് ആർ ഇൻ ഫേവർ ഓഫ് ഫ്രീ ട്രേഡ്. ഫ്രീ ട്രേഡിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് വൺ ഇസ് യു ക്യാൻ എൻഷുർ ദി യൂട്ടിലൈസേഷൻ ഓഫ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്. യൂട്ടിലൈസേഷൻ ഓഫ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്. അപ്പോൾ നമ്മൾ ചോദിക്കും ഫ്രീ ട്രേഡ് ഇല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യില്ലേ? അങ്ങനെയല്ല. ആസ് ഐ സെഡ് വെൻ വി ഡിസ്കസ് ദ തിയറീസ്, ഞാൻ പറഞ്ഞു ഈച്ച് നേഷൻ വിൽ ബി എൻഡോഡ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാ നേഷനും ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ തന്നെ കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഓരോ സബ്ജക്ട്സിനോട് താല്പര്യം ഉണ്ടായിരിക്കും. ചിലർക്ക് തിയറി സബ്ജക്ട്സ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം, ചിലർക്ക് എന്താണ് പ്രോബ്ലം പേപ്പർ ആയിരിക്കും കൂടുതൽ ഇഷ്ടം. അങ്ങനെയൊക്കെ വരുമ്പോൾ ദർ ആർ സ്പെഷ്യലൈസേഷൻ എമംഗ് യുവർ സെൽഫ് ഓൾസോ. അതുപോലെ ബേസ്ഡ് ഓൺ ദി ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് നമുക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ. അതായത് നമ്മുടെ രാജ്യത്തിന് നമുക്ക് ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കൈൻഡ് ഓഫ് ഗുഡ്സ് ഉണ്ടാവും. ആ ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും ലോക്കലി, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കകത്ത് നമ്മൾ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ട് വാട്ട് ആൾ ഗുഡ്സ് വിച്ച് വി ആർ നോട്ട് ഏബിൾ ടു പ്രൊഡ്യൂസ്, നമുക്ക് സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതിനെയായിരിക്കും നമ്മൾ വേറെ രാജ്യത്ത് നിന്ന് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാം? ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദാറ്റ് ഇസ് വി വിൽ ഇമ്പോർട്ട് ഫ്രം other countries those goods which we cannot be produced domestically based on the comparative disadvantage. എന്ന് വെച്ചാൽ വേറെ രാജ്യത്തിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇല്ലാത്ത കാരണത്താലേ, അല്ലെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് വി വിൽ ഇമ്പോർട്ട് ദോസ് ഗുഡ്സ്. അപ്പം ഫ്രീ ട്രേഡ് ഈ പറഞ്ഞ ബാരിയറോ തടസ്സങ്ങളോ ഒന്നുമില്ലാതെ ഇഫ് ഓൾ നേഷൻസ് ക്യാൻ എൻഗേജ് ഇൻ ട്രേഡ് without any limitation or without any restriction, we can say that a nation can best utilize its productive resource. ഒരു രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സും നമുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. Then the very important argument or the merit in favor of free trade, അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is division of labor.
അപ്പം ആദ്യം നമ്മൾ റിസോഴ്സസിന്റെ യൂട്ടിലൈസേഷൻ പറഞ്ഞു. നെക്സ്റ്റ് ഇസ് ഡിവിഷൻ ഓഫ് ലേബർ. B, okay. Division of labor. So, സിൻസ് ആദ്യത്തെ ടോപ്പിക്കിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ഡിവിഷൻ ഓഫ് ലേബർ, നമുക്ക് റിസോഴ്സസ് നമുക്ക് ഒപ്റ്റിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ we need to have a good labor support. So efficient and economy in production, efficiency as well as economy in production can be gained only through ഞാൻ അപ്പോഴേ പറഞ്ഞ ആ സ്പെഷ്യലൈസേഷൻ. അപ്പൊ ഈ സ്പെഷ്യലൈസേഷൻ അക്വയർ ചെയ്യാൻ the labor had a great role. Or if we are able to make a division of labor, നമ്മൾ മാനേജ്മെന്റ് പഠിച്ച അതേ പ്രിൻസിപ്പിൾ ആണ് division of labor. Our division of labor policy, if we are able to implement it well, we will be able to use the best of free trade. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോഴ്സസ് മാത്രം വെറുതെ ഉണ്ടായിട്ട് കാര്യമില്ല. ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഓർ ഇറ്റ് ഷുഡ് ബി മെയ്ഡ് പ്രൊഡക്റ്റീവ്. ആ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുന്നത് ആരെ കൊണ്ടായിരിക്കും? ഈ പറഞ്ഞ ലേബർ എന്ന് പറയുന്ന ഫാക്ടർ ഉള്ളത് കൊണ്ടായിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ആദ്യം പറഞ്ഞ രണ്ട് പോയിന്റ്സ് പോലെ തന്നെ വി ക്യാൻ സേ ദാറ്റ് ദ ഇന്റൻസ് ഓഫ് കോമ്പറ്റീഷൻ or the degree of competition. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്റൻസ് ഓഫ് കോമ്പറ്റീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, എല്ലാ രാജ്യങ്ങളും തമ്മിൽ ട്രേഡ് നടക്കും, ആണല്ലോ ഫ്രീ ട്രേഡ്, റെസ്ട്രിക്ഷൻ ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്നെഫിഷ്യന്റ് ആയിട്ടുള്ളവര്, whoever is inefficient is compelled to either quit the industry, ഒന്നില്ലെങ്കിൽ അവരവരുടെ പ്രൊഡക്ഷൻ നിർത്തി, ആ രാജ്യം അല്ലെങ്കിൽ ആ കമ്പനി പ്രൊഡക്ഷൻ നിർത്തി ക്വിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ inefficient producers are compelled to improve their production. Inefficient ആണെങ്കിൽ in order to improvise themselves they are supposed to make it more efficient. അപ്പോൾ inefficient ആയിട്ടുള്ളവർ have to take steps to improve their efficiency. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ only the fit among the fittest, നന്നായി വർക്ക് ചെയ്ത് നന്നായി പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കമ്പനീസ് ഓർ നേഷൻസ് ക്യാൻ എക്സിസ്റ്റ് വെൻ ദർ ഇസ് ഫ്രീ ട്രേഡ്. ഫ്രീ ട്രേഡ് ഉണ്ടെങ്കിൽ, കാരണം ആർക്കും തമ്മിൽ ഒരു തടസ്സങ്ങളോ കാര്യങ്ങളോ ഇല്ല. എനി നേഷൻ ക്യാൻ എൻഗേജ് ട്രേഡ് റിലേഷൻ വിത്ത് അനദർ നേഷൻ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ദർ വിൽ ബി ഇന്റൻസ് കോമ്പറ്റീഷൻ. You can use it as intensity of competition or either intense competition. That would be better, intense competition. And the next one is there will be monopolies. Okay, what is monopoly? And the monopoly, കുത്തക. yes, കുത്തക. വെരി ഗുഡ്, റൈറ്റ്. അപ്പം മോണോപോളി, ദാറ്റ് ഇസ് മോണോ മീൻസ് സിംഗിൾ, പോളി മീൻസ് സെല്ലർ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നത്. അപ്പൊ മോണോ എന്ന് വെച്ചാൽ സിംഗിൾ, പോളി മീൻസ് സെല്ലർ. അപ്പൊ സിംഗിൾ സെല്ലർ ഒരാൾ മാത്രം ആവുമ്പോഴാണ് ഇപ്പൊ ഈ പറഞ്ഞ കുത്തക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ എത്തുന്നത്. അപ്പോ ഫ്രീ ട്രേഡ് ഉണ്ടെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ ആർക്ക് വേണേ ആര് തമ്മിൽ വേണമെങ്കിലും ട്രേഡ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള മോണോപോളീസ്, ഡൊമസ്റ്റിക് മോണോപോളീസ് ഒഴിവാകും. അതായത് കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ ആരും ഓവറായിട്ട് എന്ത് ചെയ്യില്ല, എക്സ്പ്ലോയിറ്റ് ചെയ്യില്ല. ബിക്കോസ് വി ആർ ഗെറ്റിംഗ് പ്രോഡക്ട്സ് ഫ്രം മെനി സെല്ലേഴ്സ്. പല രാജ്യത്തും നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ വി ക്യാൻ എൻറ്റർ ഇൻ ടു ട്രേഡ് റിലേഷൻ വിത്ത് മെനി നേഷൻ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ കുത്തക സമ്പ്രദായത്തിനോട് നമുക്ക് വിട പറയാം. ഈ ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? ഹി വിൽ ബി ദ പ്രൈസ് ഫിക്സർ അല്ലെങ്കിൽ പ്രൈസ് റെഗുലേറ്റ് ചെയ്യുന്നവരായിരിക്കും. ബിക്കോസ് ഹി ഈസ് ദ ഓൺലി സെല്ലർ. അപ്പൊ അത്രത്തോളം ഡിമാൻഡിങ് കസ്റ്റമേഴ്സ് ഉണ്ടാവും. അതുപോലെ കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യുകയും ചെയ്യും? ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യും, ഹൈ പ്രൈസ് ചാർജ് ചെയ്ത്. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ ഒഴിവാക്കാം. എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഡൊമസ്റ്റിക് നേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോം കൺട്രിയിൽ നമുക്ക് ഒരു സിംഗിൾ സോഴ്സിനെ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കുക.
അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് വി വിൽ ബി ഫോഴ്സ്ഡ്, എത്ര രൂപ കൊടുത്തിട്ടാണെങ്കിലും ആ പ്രോഡക്റ്റ് വാങ്ങാൻ വി വിൽ ബി ഫോഴ്സ്ഡ്. ഇപ്പൊ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിൽ തന്നെ ചില കൈൻഡ് ഓഫ് ഡ്രഗ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് ചില കമ്പനീസ് മാത്രമേ, ആ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എത്ര രൂപ കൊടുത്തിട്ടാണെങ്കിലും ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഹെൽത്ത്. അപ്പം നമ്മൾ മനുഷ്യർ മെഡിസിൻ വാങ്ങിച്ച് കഴിക്കുകയാണ് ചെയ്യും. ബട്ട് റാദർ ദാൻ ദാറ്റ്, ഈ പറഞ്ഞ ഈ ഡൊമസ്റ്റിക് മൊണോപ്പൊളി ഒഴിവാക്കാൻ നമുക്ക് വേറൊരു രാജ്യത്ത് നിന്ന് അതേ മെഡിസിൻ ഇമ്പോർട്ട് ചെയ്യാമെങ്കിൽ then that is possible only when there is free trade. രാജ്യങ്ങൾ തമ്മിൽ ഫ്രീ ട്രേഡ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡൊമസ്റ്റിക്കലി വാങ്ങുന്നതിനേക്കാൾ എന്ത് കൊടുക്കേണ്ടി വരും? കൂടുതൽ കോസ്റ്റ് കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബാരിയർ, താരിഫ്, ടാക്സ് റേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അമിതമായിട്ട് നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്യുന്ന മെഡിസിൻസിൽ താരിഫ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ താരിഫ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ ടാക്സ് ഒക്കെ കൊടുത്ത് നമ്മൾ ആ മെഡിസിൻ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് വരുത്തുന്നതിനേക്കാൾ നല്ലത് നമ്മൾ വിചാരിക്കുമോ നമ്മുടെ രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ നമുക്ക് ലോക്കലി അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കലി അവൈലബിൾ ആയിട്ടുള്ള മരുന്ന് വാങ്ങിച്ച് എന്ത് ചെയ്താൽ മതി? കഴിച്ചാൽ മതി. അപ്പൊ ഇങ്ങനത്തെ മോണോപോളീസ് ഒഴിവാകും, പ്രൊവൈഡഡ് ദർ ഇസ് ഫ്രീ ട്രേഡ്. പിന്നെ ദർ ഇസ് എൻ ആർഗ്യുമെന്റ് ദാറ്റ് വി വിൽ ബി ഗെറ്റിംഗ്, ഞാനിപ്പോൾ പറഞ്ഞല്ലോ മോണോപോളിയുടെ ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ സെല്ലറിയിൽ നിന്ന് മാത്രമല്ലാതെ നമുക്ക് വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് കൺസ്യൂമേഴ്സ് ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് വെറൈറ്റി ഓഫ് ഗുഡ്സ് നമുക്ക് അവൈലബിൾ ആവും, സിൻസ് ദർ ഇസ് നോ quantitative restrictions. Large variety of goods are made available through free trade. And one more argument is that there is no scope for corruption under free trade, or there is no scope for corruption under free trade. So this is all about the concept called free trade. Next we are moving on to a topic called protection. അപ്പോൾ ഫ്രീ ട്രേഡ്, അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ഇന്റർനാഷണൽ ട്രേഡിംഗ് എൻവയോൺമെന്റ്. ഇന്റർനാഷണൽ ട്രേഡിംഗ് എൻവയോൺമെന്റിൽ കുറേ ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. അതിൽ വൺ എമംഗ് ദി ഫാക്ടറാണ് നിങ്ങളുടെ ഒരു ചാപ്റ്റർ ആയിട്ട് ഈ മൊഡ്യൂൾ 4 വരുന്നത്. ആൻഡ് ഇന്റർനാഷണൽ ട്രേഡിംഗ് എൻവയോൺമെന്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് വാട്ട് ഇസ് ട്രേഡിംഗ് സ്ട്രാറ്റജി. അപ്പം നമ്മൾ ട്രേഡിംഗ് സ്ട്രാറ്റജി, ഔട്ട്വേർഡ് ലുക്കിംഗ് ആൻഡ് ഇൻവേർഡ് ലുക്കിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജി കണ്ടു. ദെൻ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത വാട്ട് ഇസ് ഫ്രീ ട്രേഡ്, വാട്ട് ആർ ദ മെറിറ്റ്സ് ഓർ what are the arguments in favor of free trade. ഇതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നെക്സ്റ്റ് ഇസ് അബൌട്ട് ദി പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഇസ് ആരിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും? ഇറ്റ് ഇസ് അബൌട്ട് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഫ്രം ഫോറിൻ കോമ്പറ്റീഷൻ. സോ വി ആർ പ്രൊട്ടക്ടിങ് ദ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഫ്രം ഫോറിൻ കോമ്പറ്റീഷൻ. ഇത്രയും നേരം നമ്മൾ ഫ്രീ ട്രേഡ് ഒക്കെ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ നേരെ ഏകദേശം അതിൻ്റെയൊക്കെ ചെറിയ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഫ്രീ ട്രേഡ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ എന്തൊക്കെ നഷ്ടപ്പെടും? ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനൊക്കെ ചെറിയ ക്ഷതമൊക്കെ സംഭവിക്കും. കാരണം നമുക്ക് അപ്പോഴേ ഞാൻ പറഞ്ഞ ഫാർമസ്യൂട്ടിക് അല്ലെങ്കിൽ ഒരു മെഡിസിൻ്റെ കേസ് പറഞ്ഞ പോലെ നമ്മുടെ ഡൊമസ്റ്റിക് കമ്പനിക്ക് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് നേഷന് കിട്ടുന്ന ഏർണിങ്സ് ആണ് വേറൊരു രാജ്യത്തേക്ക് ഫ്ലോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും. ബട്ട് വാട്ട് ഇസ് പ്രൊട്ടക്ഷൻ? നമ്മളത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇതിനെ തമ്മിൽ ഒരു കമ്പാരിസൺ ലെവലിലോട്ട് എത്താൻ പറ്റും. സോ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്, ദ പോളിസീസ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ്, all those policies taken by the government to accord or to protect the domestic industries from foreign competition. ആ ഒരു കോൺസെപ്റ്റിനെയാണ് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ടെർമിനോളജിയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. That is after the Second World War ന് ശേഷം, as you all know, there is liberalization of trade among the developed countries, or there is a mode of liberalization happening, or progressive liberalization ഉണ്ടായിട്ടുണ്ട് വേൾഡ് വാറിന് ശേഷം. It is also the part of the GATT agreements
ഗാട്ട് എഗ്രിമെന്റ്സും അതുപോലെ തന്നെ അവരുടെ ട്രേഡ് കോൺഫറൻസസിന്റെ ഒക്കെ പല പല നെഗോഷിയേഷൻസിന്റെ പാർട്ടായിട്ട് ആണ് ഈ താരിഫിനകത്തുള്ളൊരു താരിഫ് കുറയ്ക്കാനും അതുപോലെ തന്നെ വേരിയസ് ആർട്ടിഫിഷ്യൽ ബാരിയേഴ്സിനെ കുറയ്ക്കാനും ഒക്കെ ഉള്ള ഒരു ശ്രമം നടന്നത്. Even though there are process of elimination of the tariff barriers continued, the liberalization trend in the developed countries has replaced by a growing protectionism. അപ്പോൾ ഡെവലപ്ഡ് രാജ്യത്തിലൊക്കെ ഒരു ലിബറലൈസേഷൻ ട്രെൻഡ് ഉണ്ടെങ്കിൽ പോലും വി വെ ഫോക്കസ്ഡ് ഓൺ പ്രൊട്ടക്ഷനിസം. അതായത് കറൻസി ക്രൈസിസ്, ഓയിൽ ക്രൈസിസ്, റിസഷൻ ഉണ്ടായിരുന്നു, അൺഎംപ്ലോയ്മെന്റ്, ട്രേഡ് ഡെഫിസിറ്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലോട്ട് കൊണ്ടെത്തിച്ചത്? പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് എത്തിച്ചതെന്ന് വെച്ചാൽ രാജ്യങ്ങളിൽ ഓയിൽ ക്രൈസിസ്, ഡെപ്റ്റ്, ദെൻ കറൻസി ക്രൈസിസ്, റിസഷൻ, ഹൈ അൺഎംപ്ലോയ്മെന്റ്, ട്രേഡ് ഡെഫിസിറ്റ്സ്, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് എല്ലാ രാജ്യങ്ങളും ഫേസ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ ആ ലിബറലൈസേഷൻ ഉണ്ടായിരുന്ന കാലഘട്ടം തന്നെ, ലിബറലൈസേഷൻ എന്ന് വെച്ചാൽ ട്രേഡ് ബാരിയർ ഒക്കെ ഒരു വശത്തൂടെ ട്രേഡ് ബാരിയർ ഒക്കെ കുറച്ച് രാജ്യങ്ങളിൽ തമ്മിൽ ലിബറലൈസ്ഡ് ആയിട്ടുള്ള റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് ഓരോ രാജ്യങ്ങളും ഇങ്ങനെ കുറേ അവരവരുടേതായ ഇഷ്യൂസ് ഫേസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഹൈ അൺഎംപ്ലോയ്മെന്റ് ഒക്കെ വന്നാൽ പിന്നെ നമുക്ക് എന്ത് ഫോക്കസ് ചെയ്യാൻ പറ്റും? അൺഎംപ്ലോയ്മെന്റ് വന്നാൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കൂട്ടുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സോ ഈച്ച് നേഷൻ ഇസ് giving much importance to the protection of their industries. അവരുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർക്ക് പിന്നീട് കൂടുതൽ ഫോക്കസ് കൊണ്ടുവരേണ്ടി വന്നു. അപ്പോൾ വളരെ ഹാർഡായിട്ട് ഇമ്പോസ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഹാർഡ് കോർ ആയിട്ട് ഇമ്പോസ് ചെയ്തുകൊണ്ടിരുന്ന താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ്, അതിനെയൊക്കെ നമ്മൾ ഒരു പരിധി വരെ കുറച്ചുകൊണ്ട് വി ട്രൈ ടു പ്രൊട്ടക്ട് അവർ നേഷൻ, അല്ലെങ്കിൽ ബാരിയേഴ്സ് ഇമ്പോസ് ചെയ്തുകൊണ്ട്, അങ്ങനെ വേണം നമ്മൾ പറയാൻ. ഹാർഡ് കോർ താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ് ഇമ്പോസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് സ്ട്രാറ്റജി കൊണ്ടുവന്നു? പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജി കൊണ്ടുവന്നു. അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ്, വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊട്ടക്ഷൻ? എന്തിനാണ് ഇങ്ങനെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സ്ട്രാറ്റജി ഓർ അങ്ങനെ ഒരു ഗവൺമെന്റ് പോളിസി മൂവ് വന്നത്? വാട്ട് ആർ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്? ആൻഡ് ദ വെരി ഫസ്റ്റ് വൺ ഇസ്, നമ്മളിപ്പോൾ പറഞ്ഞ ആരെ പ്രൊട്ടക്ട് ചെയ്യാനാണ്? വി ഹാവ് ടു പ്രൊട്ടക്ട് ദ, വെനെവർ യു റൈറ്റ് എക്സാമിനായാലും വെനെവർ യു റൈറ്റ് ഒബ്ജക്റ്റീവ്സ്, എൻ്റെ ഒരു കോമൺ സജഷൻ ആണ് ഇൻക്ലൂഡ് എ പ്രിഫിക്സ് ടു. കാരണം നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ പോളിസി അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ഏത് തന്നെയായാലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഓൾവേസ് ആഡ് ടു ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. സോ ടു പ്രൊട്ടക്ട് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഫ്രം ഫോറിൻ കോമ്പറ്റീഷൻ, അത് തന്നെയാണ് പ്രൊട്ടക്ഷന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. Then next important thing, next one is to direct the foreign trade in accordance with the national priority. നമ്മുടെ രാജ്യത്തിന് ഏത് പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഗുഡ്സ് ആണോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ പ്രയോറിറ്റി, അതിനനുസരിച്ച് വി വിൽ ഫിക്സ് ദ ഡയറക്ഷൻ ഓഫ് ട്രേഡ്. ദാറ്റ് ഈസ് വി ആർ ഫിക്സിംഗ് ദ foreign trade direction or directing the foreign trade in accordance to the our priority. In the sense that if we are facing എന്താണ് ഓയിൽ ക്രൈസിസ് ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. രാജ്യങ്ങൾ ഫേസ് ചെയ്തിരുന്ന വൺ അമംഗ് ദി മെയിൻ ഇഷ്യൂസ് അല്ലെങ്കിൽ ഈ പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്ന ഒരു
പോളിസി മെഷർ കൊണ്ടുവരാനായിട്ട് നമ്മൾ കൂടുതലായിട്ടും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഓയിൽ ക്രൈസിസ്, കറൻസി ക്രൈസിസ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രയോറിറ്റി വാസ് അബൌട്ട് ദി ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ഓയിൽ. അപ്പോൾ അങ്ങനെ നേഷന്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എന്തിനെ ഡയറക്റ്റ് ചെയ്യും, അല്ല എന്താണ് ഈ ഡയറക്ഷൻ ഓഫ് ഫോറിൻ ട്രേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബേസിക്കലി ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, പ്ലാനിങ് ദി ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. ഏതൊക്കെ രാജ്യവുമായിട്ട് നമ്മൾ രാജ്യത്ത് നിന്നും എന്തൊക്കെ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യണം, ആൻഡ് ടു വിച്ച് കൺട്രീസ് വി ആർ സപ്പോസ് ടു മേക്ക് അവർ എക്സ്പോർട്ട്, അതിനെയാണ് നമ്മൾ ഡയറക്ഷൻ ഓഫ് ഫോറിൻ ട്രേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നേഷൻ എന്താണ് ആവശ്യം, നമ്മുടെ രാജ്യത്തിന് എന്താണ് ആവശ്യം, വി വിൽ പ്ലാൻ അക്കോർഡിംഗ്ലി. അതാണ് പ്രൊട്ടക്ഷനിസത്തിന് വരുന്ന രണ്ടാമത്തെ ഒബ്ജക്റ്റ്. ദെൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, to promote indigenous research and development. What is indigenous? Something which we are trying to focus or implement in our home country. To promote indigenous, കാരണം നമ്മൾ കൂടുതൽ ഹോം കൺട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞു, പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞു. സോ വെൻ വി ആർ ട്രൈയിങ് ടു ഡെവലപ്പ് ന്യൂ ഗുഡ്സ്, പുതിയ ഗുഡ്സ് നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വി നീഡ് ഹൈ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പോൾ അതാണ് ടു പ്രൊമോട്ട് ഇൻഡിജിനസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിച്ചത്, ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് അവർ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. Then very important, to conserve the foreign exchange resources of the country. How we are conserving the foreign exchange resources? പ്രൊട്ടക്ഷനിസത്തിലൂടെ നമുക്ക് എങ്ങനെ കൺസേർവ് ചെയ്യാനായിട്ട് പറ്റും? ബിക്കോസ് ഈ പ്രൊട്ടക്ഷനിസം നമ്മൾ പറഞ്ഞു, നമ്മൾ കൂടുതലായിട്ടും എന്ത് ചെയ്യാനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, വി ആർ ട്രൈയിങ് ടു പ്രൊഡ്യൂസ് ഇറ്റ് ലോക്കലി, അല്ലെങ്കിൽ ട്രൈയിങ് ടു പ്രൊഡ്യൂസ് ഇറ്റ് അറ്റ് അവർ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് കുറയ്ക്കാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് വി ആർ നോട്ട് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ദി ഇമ്പോർട്ട് ഓഫ് ദ നേഷൻ. ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല. വി ആർ giving much importance to domestic production. Domestic പ്രൊഡക്ഷൻ നടത്തിയിട്ട് നമ്മുടെ രാജ്യത്ത് വേണ്ട ഗുഡ്സ് കൺസ്യൂം ചെയ്തിട്ട് വാട്ട് ഇസ് ലെഫ്റ്റ് ഓവർ വി വിൽ ട്രൈ ടു എക്സ്പോർട്ട് ഇറ്റ്. അപ്പൊ ഫോറിൻ എക്സ്ചേഞ്ച് റിസോഴ്സസ് നമ്മൾ മൊബിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കില്ല, സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ കുറച്ച് ഗുഡ്സ് USA-യിലേക്ക്, അമേരിക്കയിലോട്ട് വി ആർ എക്സ്പോർട്ടിങ്. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറച്ച് ഫോറിൻ എക്സ്ചേഞ്ച് റിസോഴ്സസ് നമ്മൾ മൊബിലൈസ് ചെയ്തു ഇൻ ടേംസ് ഓഫ് എന്താണ്, US ഡോളറിൽ നമുക്ക് കുറച്ച് ഏർണിങ്സ് കിട്ടി. അതാണ് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ കിട്ടിയ US ഡോളറിനെ നമ്മളിപ്പോ US-ൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ കിട്ടിയ ഡോളറിനെ അവർക്ക് എന്തായിട്ട് കൊടുക്കേണ്ടി വരും, വി ആർ സപ്പോസ് ടു മേക്ക് പേയ്മെന്റ്സ്, റൈറ്റ്? അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിൽ വാട്ട് വി ആർ അക്യുമുലേറ്റഡ് ആറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് റിസോഴ്സസ്, ഫോറിൻ എക്സ്ചേഞ്ചിലൂടെ നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റിസോഴ്സസിനെ നമ്മൾ മാക്സിമം കൺസർവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ കൺസർവ് ചെയ്യാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വി ട്രൈ ടു ലിമിറ്റ് ദ സ്പെൻഡിങ് ഔട്ട് ഓഫ് ദ ഫോറിൻ എക്സ്ചേഞ്ച് റിസോഴ്സസ്. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ്, ഈ പ്രൊട്ടക്ഷനിസത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹാവ് എ ഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഓർ to make the balance of payment favorable to the nation. അപ്പോൾ ഒരു പെർട്ടിക്കുലർ രാജ്യത്തിന്റെ ബാലൻസ് ഓഫ് പേയ്മെന്റ് എപ്പോഴായിരിക്കും ഫേവറബിൾ ആയി മാറുന്നത്? എന്ത് കൂട്ടുമ്പോഴായിരിക്കും? ഇമ്പോർട്ട് കൂട്ടുമ്പോഴായിരിക്കും, എക്സ്പോർട്ട് കൂട്ടുമ്പോഴായിരിക്കും? when a balance of payment is made favorable, you can either unmute and give your answer, or you can put it in the chat box. What is balance of payment? What is the difference between balance of payment and balance of trade? Any idea? ആർക്കെങ്കിലും പറയാമോ? എപ്പോഴാണ് ഒരു പെർട്ടിക്കുലർ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഫേവറബിൾ ആവുന്നത്, ഒരു രാജ്യത്തിന് ഫേവറബിൾ ആവുന്നത്? എക്സ്പോർട്ട് കൂടുമ്പോഴും ഇമ്പോർട്ട് കുറയുമ്പോഴും അല്ലേ?
യെസ്, എക്സ്പോർട്ട് കൂടുമ്പോഴും ഓക്കെ യു ക്യാൻ എന്താണ് വളരെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദി റൈറ്റ് ആൻസർ. വി ഹാവ് ടു ഫോക്കസ് മോർ ഓൺ എക്സ്പോർട്ട് rather than favoring the imports. ഓക്കെ, അപ്പം ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ബാലൻസ് ഓഫ് ട്രേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? എൻ്റെ അറിവിൽ ഇപ്പോൾ നിങ്ങൾ ഇത് ആദ്യം പഠിക്കുന്നത് ഇൻ യുവർ +1 ക്ലാസ്സസ് മൈക്രോ ഓർ മാക്രോ എക്കണോമിക്സിനകത്ത് ഏകദേശം ലാസ്റ്റ് ലെസൺസിൽ യു മൈറ്റ് ഹാവ് ഹേർഡ് ദിസ്. ഓക്കെ ഫൈൻ. അപ്പം അടുത്ത ദിവസം പറയുമ്പോഴത്തേക്കും ഐ വിൽ ഗിവ് യു എ ഷോർട്ട് അക്കൗണ്ട് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ആൻഡ് ബാലൻസ് ഓഫ് ട്രേഡ്. അപ്പം ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇസ് ഡിഫറെന്റ്. ആക്ച്വലി ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് വളരെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് രാജ്യങ്ങൾ തമ്മിൽ കുറെ കാര്യങ്ങൾ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും, കുറെ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പേ ചെയ്യുകയും ചെയ്യും. ഞാൻ അപ്പോഴേ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും, ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പം ദർ വിൽ ബി ഗിവ് അവേസും ഉണ്ടാവും, അവിടെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്ന ടേക്ക് അവേസും ഉണ്ടാവും. കുറെ കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നു, കുറെ കാര്യങ്ങൾ ഇങ്ങോട്ട് കൊടുക്കും. നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ള കാര്യങ്ങളെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കോൾഡ് ദി ബാലൻസ് ഓഫ് പേയ്മെന്റ് ബിറ്റ്വീൻ ടു, നിങ്ങൾ തമ്മിലുള്ള ബാലൻസ് ഓഫ് പേയ്മെന്റ്. അതുപോലെ തന്നെ വെൻ ഇറ്റ് ഇസ് ദ കേസ് ഓഫ് two nations, what all things they have to get into, അതായത് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സെറ്റിൽ ചെയ്യാനുള്ള ഒരു സെറ്റിൽമെന്റ്. ബട്ട് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ഇൻ 2 ഫോംസ്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ദിവസം കാണാം, ബിക്കോസ് ദ ടൈം ഡസ് നോട്ട് പെർമിറ്റ് മീ ടു ഡിസ്കസ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. അപ്പം ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റിന് ഫേവറബിൾ പൊസിഷനും ഉണ്ട്, അൺഫേവറബിൾ പൊസിഷനും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പോ അപ്പോഴേ പറഞ്ഞ പോലെ എക്സ്പോർട്സ് നമുക്ക് കൂടുതലാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് എ ഫേവറബിൾ പൊസിഷൻ, ബിക്കോസ് നമ്മുടെ രാജ്യം ഗെയിൻ ചെയ്യാണ് മറ്റൊരു നേഷനിൽ നിന്ന്. പക്ഷേ ബാലൻസ് ഓഫ് പേയ്മെന്റ് എപ്പോഴാണ് അൺഫേവറബിൾ ആയി മാറുന്നത്? വെൻ വി ആർ ഇമ്പോർട്ടിംഗ് മോർ ആൻഡ് ആസ് വെൽ ആസ് വെൻ വി ആർ സപ്പോസ് ടു മേക്ക് മോർ പേയ്മെന്റ് ടു ദി അതർ നേഷൻ. നമ്മൾ വേറൊരു രാജ്യത്തിനോട് കൂടുതൽ പേയ്മെന്റ്സ് കൊടുത്ത് സെറ്റിൽ ചെയ്യാനുണ്ടെങ്കിൽ ദാറ്റ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ബിക്കംസ് അൺഫേവറബിൾ. പക്ഷെ ഇതിങ്ങനെ വളരെ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു, ഇതിനെ കുറച്ച് പാർട്സും കാര്യമുണ്ട്, ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ദാറ്റ് ഐ വിൽ ഡിസ്കസ് അടുത്ത ദിവസം. ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ദി ബാലൻസ് ഓഫ് പേയ്മെന്റ് ആൻഡ് ബാലൻസ് ഓഫ് ട്രേഡ്. വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ യു ഷുഡ് നോ. കാരണം ഞാൻ ഇനിയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ ബാലൻസ് ഓഫ് പേയ്മെന്റിനെ പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ ഒരു കാര്യം ഉണ്ടാവത്തില്ല. സോ അപ്പം ഒരു ഒബ്ജക്റ്റീവ്, പ്രൊട്ടക്ഷൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈസ് ടു മേക്ക് ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഫേവറബിൾ. ആൻഡ് ദി നെക്സ്റ്റ് വൺ ഇസ് ടു കർബ് ദ കൺസംഷൻ, കോൺസ്പീഷ്യസ് കൺസംഷൻ. എന്താണ് ഈ കർബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു 2 പോയിന്റും കൂടെ ഉണ്ട്, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ വൈൻഡ് അപ്പ് ദ ക്ലാസ്. കർബ് ദ കൺസംഷൻ, കർബ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ടു റെഡ്യൂസ് എന്നുള്ള മീനിങ്, അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ളത്. സോ ടു കർബ് ദ കോൺസ്പീഷ്യസ് കൺസംഷൻ. അപ്പൊ കൺസംഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹൗ ദിസ് പ്രൊട്ടക്ഷൻ ഹെൽപ്സ്. That is, there is an attitude of കൺസ്യൂമേഴ്സിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ദേ ട്രൈ ടു കൺസ്യൂം ഫോറിൻ ഗുഡ്സ്. കൺസ്യൂം ചെയ്യാൻ എല്ലാവർക്കും വളരെയധികം താല്പര്യമാണ്. എന്ന് വെച്ചാൽ പണ്ട് മുതലേ all those NRIs who are visiting India, they used to carry foreign goods ക്യാരി ചെയ്യാറുണ്ട്. അപ്പൊ അത് നമുക്ക് യൂസ് ചെയ്യാൻ, അതായത് നമ്മുടെ ഡൊമസ്റ്റിക്കലി അവൈലബിൾ ആയ കാര്യങ്ങളായിരിക്കും, പക്ഷെ എന്നാലും അത് ഫോറിൻ രാജ്യത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ അതിലോട്ടുള്ള ആൾക്കാരുടെ താല്പര്യം അല്ലെങ്കിൽ കൺസംഷൻ ലെവൽ ഇസ് മച്ച് ഹയർ. അപ്പൊ അങ്ങനത്തെ കൺസംഷൻ കുറയ്ക്കുക എന്നുള്ളതും കൂടി എന്തിന്റെ ഒരു ഒബ്ജക്റ്റീവാണ്? പ്രൊട്ടക്ഷന്റെ ഒബ്ജക്റ്റീവാണ്. അങ്ങനെ പറയാൻ കാര്യം, ഇൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന പോളിസിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോഴേ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ടു പ്രൊട്ടക്ട് ദ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഫ്രം ഫോറിൻ കോമ്പറ്റീഷൻ. അപ്പോൾ അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ we have to focus, or we have to orient our consumers to consume more of domestic goods rather than the foreign goods. അതാണ് ഈ to curb conspicuous consumption എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇങ്ങനെ ഡൊമസ്റ്റിക് രാജ്യത്തുള്ള ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആർക്ക് തന്നെയായിരിക്കും കൂടുതൽ റവന്യൂ വരുന്നത്? ദ ഗവൺമെന്റ് വിൽ ബി മൊബിലൈസിങ് മോർ റവന്യൂ. So one among the objective of protection is to mobilize the revenue for the government, because all these activities add
revenue to the government. And finally, the objective of protection is to discriminate against certain industries. അത് പണ്ട് കാലത്ത് ചില രാജ്യങ്ങളെ ചില രാജ്യങ്ങളുമായിട്ട് അകറ്റി നിർത്താനായിട്ട് അല്ലെങ്കിൽ ടു മേക്ക് എ ഡിസ്ക്രിമിനേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി വളരെ വലുതായിട്ട് യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ ബ്രിട്ടീഷുകാർ തന്നെ ഇന്ത്യയിൽ വന്ന് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് വേറെ രാജ്യങ്ങളൊന്നും ഇന്ത്യയിൽ എൻ്റർ ആവാൻ പാടില്ല. സോ വാട്ട് ദേ ഡസ് ഇസ് whatever raw material which they get from India, they took to their home country, അവരുടെ രാജ്യത്ത് കൊണ്ടുപോയി ഗുഡ്സ് ആക്കി കൊണ്ടുവന്ന് അവരിവിടെ സെൽ ചെയ്തു. അപ്പൊ അതിനെതിരെയാണ് നമ്മൾ ഈ സ്വദേശി മൂവ്മെന്റ് ഒക്കെ കൊണ്ടുവന്നത്. അപ്പൊ ഈ സ്വദേശി മൂവ്മെന്റ് എന്നൊക്കെ പറയുന്നത് ഇസ് എ കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് അവർ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഒരു കാലഘട്ടത്തില് ചില രാജ്യങ്ങളെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു മേക്ക് എ ഡിസ്ക്രിമിനേഷൻ എമംഗ് അതർ നേഷൻ വി യൂസ് ടു ഇംപ്ലിമെന്റ് പ്രൊട്ടക്ഷൻ ഓഫ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന പോളിസി ഗവൺമെന്റ് യൂസ് ചെയ്തിരുന്നു. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊട്ടക്ഷൻ. സോ ഇനി ആർഗ്യുമെന്റ്സ് ഉണ്ട് പ്രൊട്ടക്ഷൻ്റെ. അപ്പം ദാറ്റ് ഐ വിൽ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് വാട്ട് ഈസ് ഇന്റർനാഷണൽ ട്രേഡിംഗ് എൻവയോൺമെന്റ്, വാട്ട് ആർ ദ ട്രേഡ് സ്ട്രാറ്റജീസ്, വാട്ട് ഈസ് ഫ്രീ ട്രേഡ്, ആൻഡ് ഐ ഹാവ് മെയ്ഡ് എ സ്മോൾ ഇൻട്രഡക്ഷൻ ടു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലോട്ട് നമ്മൾ എൻ്റർ ചെയ്തു. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ഇതുവരെ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. മിസ്, ഫ്രീ ട്രേഡ് സ്ട്രാറ്റജിയുടെ ഉള്ളിൽ വരുന്നതാണോ? യെസ്, ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ട്രേഡ് സ്ട്രാറ്റജീസിൽ നമ്മൾ കണ്ടില്ലേ, ഔട്ട്വേർഡ് ട്രേഡ് സ്ട്രാറ്റജിയും ഇൻവേർഡ് ട്രേഡ് സ്ട്രാറ്റജിയും കണ്ടില്ലേ. ഈ ഔട്ട്വേർഡ് ട്രേഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒന്നിനും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതാണെന്ന് പറഞ്ഞു അല്ലെ. അതായത് എക്സ്പോർട്ടിനെയും പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, ഇമ്പോർട്ട് അതായത് ഹോസ്റ്റ് കൺട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ഹോം കൺട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്വേർഡ് ട്രേഡ് സ്ട്രാറ്റജി എന്തിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഫ്രീ ട്രേഡിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇൻവേർഡ് ട്രേഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു? ഡൊമസ്റ്റിക് കൺട്രീസിനെ ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻവേർഡ് ട്രേഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇസ് ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു വാട്ട്? പ്രൊട്ടക്ഷൻ. അതായത് ഇങ്ങനെ വരും. We have discussed the trade strategies. അതിനകത്ത് ഔട്ട്വേർഡ് ഓറിയന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ട്രേഡ് ആണ്. കാരണം എല്ലാ രാജ്യത്തിനും ഒരുപോലെ. ഇപ്പൊ ഫ്രീ ട്രേഡ് എന്ന് പറയുന്ന ആ ഒരു പോളിസി ഇസ് മോർ ഔട്ട്വേർഡ് ഓറിയന്റഡ്. ഹോം കൺട്രിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, ഹോസ്റ്റ് കൺട്രിക്കും ഇല്ല. ഇൻവേർഡ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് ദേ സപ്പോർട്ട് ദ പോളിസി കോൾഡ് പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇപ്പൊ റിലേഷൻ മനസ്സിലായോ? It's a good question. But there are arguments, അത് നമ്മൾ അടുത്ത ദിവസം കാണും. Any other question? Otherwise, thank you. Thank you, Miss. 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 Thank you, Miss.